ശരിക്കും ഷൈൻ്റെ ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണല്ലേ. തൃശ്ശൂർക്കാരനാണ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ തന്നെ എത്തി. ആൻഡ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് ഈ പ്രൈസിന്റെ സെറമണിയും ഒക്കെ ഈ ഒരു സൈലം അവാർഡ്സ് ഫുള്ള് കണ്ട ആളായിരിക്കും. ആൻഡ് ദിസ് ടൈം ഇവിടെ നിന്ന് പ്രൈസ് വാങ്ങുന്നു. സോ ഹൗ ഡു യു ഫീൽ റിയലി? പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂരാണ് പഠിച്ചത്. അപ്പോൾ നമ്മൾ വീഡിയോസ് ഒക്കെ യൂട്യൂബിലാണ് കണ്ടത്. അപ്പോൾ വരണം, അവാർഡ് മേടിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്രാവശ്യം അത് സാധിച്ചു. ഭയങ്കര സന്തോഷമാണ് അല്ലേ. ആൻഡ് ശരിക്കും പറഞ്ഞാൽ കോളേജ് ജേണിയൊക്കെ അടിപൊളിയായിരിക്കും. കോളേജ് ലൈഫൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയേ ഉള്ളൂ. അപ്പോൾ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും നമ്മൾ ഡ്രീം ചെയ്തൊരു സാധനത്തിലേക്ക് എത്തിയത്. പക്ഷേ ഈ ഒരു സമയം ഇപ്പോൾ നമ്മൾ നീറ്റിൻ്റെ ഏറ്റവും അപ്രോച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈമായിരുന്നു കഴിഞ്ഞ വർഷം ഇതേ സമയമല്ലേ, ജനുവരിയിൽ. ആൻഡ് നിങ്ങൾ എഴുതിയതായിരുന്നു ഏറ്റവും വൺ ഓഫ് ദ ടഫസ്റ്റ് നീറ്റ് എൻട്രൻസ് എക്സാം. അത് തന്നെ ഒരു കൺഗ്രാറ്റ്സ്, ബിഗ് ഒരു കൺഗ്രാറ്റ്സ് പറയാനുള്ളതാണ്. ബിക്കോസ് യു ഡോണ്ട് ബ്രേക്ക് ഓൺ ദാറ്റ് എക്സാം ടൈം ആൻഡ് യു ഹാവ് ആക്ച്വലി അച്ചീവ്ഡ് എ ബിഗ് തിങ്. എങ്കിലും ഈ ഒരു പ്രിപ്പറേഷൻ ടൈം കഴിഞ്ഞ വർഷം ഇങ്ങനെ ആലോചിക്കാൻ നേരത്ത് എന്തായിരുന്നു നിങ്ങളുടെ ഈ ഒരു ജനുവരി ടൈമിൽ ശരിക്കും ടോപ്പിക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നിന്ന ടൈമിലുള്ള ഒരു അവസ്ഥ? ആദ്യം ആകെ ടെൻഷനായിരുന്നു. നമുക്ക് പാസ്സാവാൻ പറ്റുമോ, നല്ല റാങ്ക് കിട്ടുമോ എന്നുള്ള ടെൻഷനായിരുന്നു. പിന്നെ ഇവിടുത്തെ GAB എക്സാംസ് ഒക്കെ എഴുതി വന്നപ്പോൾ അത്യാവശ്യം നല്ല മാർക്ക് കിട്ടി. അതും അത്യാവശ്യം ടഫ് തന്നെയായിരുന്നു. നമുക്ക് ആ എക്സാം എഴുതിയോണ്ട് തന്നെ നീറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പെർഫോം ചെയ്യാൻ നമുക്ക് പറ്റി. പിന്നെ ഇവിടുത്തെ GABs എഴുതുമ്പോൾ നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. കൂടുതൽ നമ്മൾ പഠിക്കാത്ത ഭാഗങ്ങൾ എങ്ങനെയാണ്, എവിടെ നിന്നൊക്കെയാണെന്നും കുറച്ച് പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യാനും കവർ ചെയ്യാനും പറ്റി. കാരണം കുട്ടികൾക്കൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആണ്. ഈ ലാസ്റ്റ് മിനിറ്റ് ആവുന്ന നേരത്ത് അവരിങ്ങനെ ഏറ്റവും കൺഫ്യൂസ്ഡ് ആവുന്ന സമയമാണ്. ഞാൻ ഇനി എക്സ്ട്രാ പഠിക്കണോ, ഞാൻ ഇനി ഇതിലുള്ളത് തന്നെ പഠിക്കണോ? സോ വിച്ച് വാസ് ദ മെറ്റീരിയൽ ദാറ്റ് യു വർ യൂസിങ്? ഞാൻ കൂടുതലും യൂസ് ചെയ്തത് നമ്മുടെ DPP ആണ്. DPPയിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കുറെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വീണ്ടും വീണ്ടും അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. അത് തന്നെ ചെയ്തിട്ടിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു നമുക്ക് ഏറ്റവും ടഫായിരുന്ന എക്സാമിനും നമുക്ക് ഔട്ടായിട്ടല്ല വന്നത്. ക്വസ്റ്റ്യൻ ഉച്ചക്കൂടെ ടൈം കൺസ്യൂമിങ് ആയിരുന്നു. കുറച്ചുകൂടെ നമുക്ക് കൺസെപ്റ്റ് കുറച്ചുകൂടെ നമുക്ക് ആലോചിക്കേണ്ടി വന്നു. എങ്കിലും നമ്മൾ DPP ചെയ്തത് വെച്ച് വി ക്യാൻ ആക്ച്വലി കവർ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് അല്ലേ. ടൈം മാനേജ്മെന്റിന് മോന്, കാരണം ഇപ്പോഴെല്ലാ കുട്ടികളും പറയാ ഈ സമയത്ത് മാർക്ക് കുറയും. നമ്മൾ മൊഡ്യൂൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മോൻ എങ്ങനെയായിരുന്നു? ആദ്യം മാർക്ക് കുറവായിരുന്നു, പിന്നെ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് വരികയാണ് ചെയ്തത്. ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി മോനെ എടുത്ത സ്റ്റെപ്പ് എന്താ? ഓരോ എക്സാം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ പഠിക്കാത്ത ടോപ്പിക് ഏതാണ്, അതായത് നമുക്ക് ഓർമ്മയില്ലാത്ത ടോപ്പിക്കാണ്. നമ്മൾ കൂടുതൽ ആ ടോപ്പിക്ക് കുറച്ചും കൂടി വായിക്കുക. അതിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ മാർക്ക് ഇമ്പ്രൂവ് ആയിട്ട് വന്നു. ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ജീജ മിസ്, ഞങ്ങളുടെ അവിടെ തൃശ്ശൂർ ജീജ മിസ് ആയിരുന്നു. മിസ് ടെക്സ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഇട്ടപ്പോൾ, അതായത് റിഡക്ഷനിസ്റ്റ് ബയോളജി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ, നമ്മൾ വിചാരിച്ചതൊന്നും വരില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ആ ക്വസ്റ്റ്യൻ ആയിരുന്നു നീറ്റിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ. സോ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൈലത്തിന്റെ എക്സ്പീരിയൻസ് ഫാക്കൽറ്റീസിന്റെ ഒരു മികവ് തന്നെയാണ്. കാരണം നിങ്ങൾ, എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം ഏറ്റവും ടഫ് എക്സാം എഴുതിയപ്പോഴും നിങ്ങൾ കണ്ടിട്ടില്ലാത്ത വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻ ഒന്നും നിങ്ങൾക്ക് അവിടെ വന്നിട്ടില്ല. ഒൺലി തിങ്സ് എല്ലാം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. ആൻഡ് മോന് ഉപയോഗിച്ച മെറ്റീരിയൽ അപ്പോൾ നമ്മുടെ DPP തന്നെയാണ് ഓൾ ത്രൂ ഔട്ട്. എങ്കിലും ഈ ലാസ്റ്റ് മിനിറ്റ് എന്തെങ്കിലും ഒരു സ്റ്റഡി സ്ട്രാറ്റജി ഉണ്ടായിരുന്നോ? പെർട്ടിക്കുലർ റിവിഷൻ സ്ട്രാറ്റജി ഉണ്ടായിരുന്നോ? ലാസ്റ്റ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നു. നമ്മൾ അതായത് ക്ലാസ് കാണാനല്ല, നമ്മൾ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നു, വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഈ എക്സാമിന് തെറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒരു നോട്ടിൽ എഴുതി വെച്ചിട്ട് പിന്നത്തെ എക്സാമിന് പോകുന്നതിന് മുന്നേ ഒന്ന് റിവൈസ് ചെയ്യും. അപ്പൊ അതെങ്ങനെയായിരുന്നു ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു എൻഡിലേക്ക് എത്തിയപ്പോൾ? നമുക്ക് ഒരു പ്രാവശ്യം തെറ്റ് ക്വസ്റ്റ്യൻ നമ്മൾ വീണ്ടും എഴുതി വെച്ചിട്ട് പിന്നെയും വായിക്കുമ്പോൾ നമുക്ക് പിന്നെ അത് വരുമ്പോൾ തെറ്റില്ല. അങ്ങനെ 2-3 ക്വസ്റ്റ്യൻസ് നീറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്ത ക്വസ്റ്റ്യൻ ഒന്നും നീറ്റിന് വന്നിട്ടില്ല. നമ്മുടെ ഒരു ജനുവരി തൊട്ടുള്ള മൊഡ്യൂൾ എക്സാംസ് എല്ലാം എഴുതി, അതുപോലെ മോക്ക് എക്സാംസ് എഴുതിയപ്പോൾ ഓൾമോസ്റ്റ് എവറിത്തിങ് കവേർഡ് ആയിരുന്നു അല്ലേ. ആൻഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തൃശ്ശൂർ തന്നെ ചൂസ് ചെയ്തതാണ്, നാടകമായതുകൊണ്ട്. അവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെ പോകുന്നു? തൃശ്ശൂർ കോളേജ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാംസ് കൊണ്ട് നിറച്ച്, നമുക്ക് പ്രോഗ്രാം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ, ആകെ ടൈം കിട്ടാത്ത അവസ്ഥയാണ്. പ്രോഗ്രാംസ് ആണ്. ഈ പ്രാവശ്യം നീറ്റ് എഴുതുന്ന മക്കൾക്ക് ഇപ്പൊ ജനുവരിയിൽ നിൽക്കുകയാണ്, ഇവര് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഇവരുടെ മാർക്കും സ്കോറും ഒക്കെ കുറയുന്നു. അപ്പൊ മോന് അവരോട് പറയാനുള്ള ഒരു കാര്യം എന്താ? ഇപ്പം നീ മാർക്ക് കുറയുന്നത് നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. മാർക്ക് കുറയുന്നത് എവിടെയാണോ അത് മേക്ക് ഓവർ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് അടിപൊളിയായിട്ട് എക്സാം എഴുതുക, ടെൻഷൻ ഫ്രീ ആയിട്ട് എക്സാം എഴുതുക. കാമായിട്ടിരിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൽത്തി ആയിട്ടിരിക്കുക, കാമായിട്ടിരിക്കുക, നല്ല പ്രോപ്പർ സ്ലീപ്പ് എടുക്കുക. ആൻഡ് യു ക്യാൻ ആക്ച്വലി അച്ചീവ് യുവർ ഡ്രീം. ഓൾ ദ ബെസ്റ്റ്.